ഇസ്രായേലിന്റെ സമ്മർദ്ദം വലിയ തോതിൽ തന്നെയുണ്ട്. കാരണം ഈ സന്ദർഭത്തെ വളരെ സമർത്ഥമായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്ന് നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ അമേരിക്കൻ നേതൃത്വത്തെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിമത നേതൃത്വം ഇപ്പൊ നേരത്തെ ഇറാഖിന്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചതാണ്. 2003 അധിനിവേശം നടക്കുമ്പോൾ ഇറാഖിൽ നിന്നുള്ള വിമതർ അമേരിക്കയിൽ ചേക്കേറിയ അവരുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള സമ്മർദ്ദം അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരുന്നു 2003 ഇറാഖിനെതിരായിട്ടുള്ള ഒരു അധിനിവേശത്തിന് തുടക്കം കുറിച്ചത്. അവർ നൽകിയിരിക്കുന്ന വ്യാജ തെളിവുകൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ ആക്രമണത്തിന് ന്യായം ചമച്ചത്. UN മുമ്പാകെ പോലും ആ ക്രെഡിബിൾ ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വെച്ചത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇത്തരം വാദങ്ങൾ. ഇപ്പോൾ പിന്നെ വിമത നേതൃത്വം എന്നത് പ്രധാനമായിട്ടും ഷാ റസ പഹ്ലവി, അദ്ദേഹത്തിന്റെ മകന പിന്നെ അമേരിക്കയിലാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ പിന്നെ പ്രക്ഷോഭ പരിപാടികൾക്ക് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചരട് വലിക്കുന്നത്. അദ്ദേഹം ഇന്നലെയും ആവശ്യപ്പെട്ടിരിക്കുന്നത് നഗരങ്ങൾ കീഴടക്കുകയായിരിക്കണം നമ്മുടെ പ്രധാന ലക്ഷ്യം, ആ അർത്ഥത്തിലായിരിക്കണം കാര്യങ്ങൾ നീക്കേണ്ടതെന്ന് പ്രക്ഷോഭകരോട് ആവശ്യപ്പെടുന്നുണ്ട്. 109 സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായി തന്നെ ഇറാൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്രയും വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങളാണ് പിന്നിട്ട് ദിവസങ്ങളിലൊക്കെയും ഇറാനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള ചിത്രം ഇനിയും പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, 500-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ വിമത വിഭാഗവുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ സ്ഥിതിഗതികൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനി ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട്.